ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ജീവനുള്ള ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനെ ഞാൻ എപ്പോൾ എങ്ങനെ അനുഭവിച്ചറിഞ്ഞു എന്നതിനെക്കുറിച്ചാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 ഓഗസ്റ്റ് മാസം എനിക്ക് പല്ലുവേദന അധികമായതിനാൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ വസ്ത്രം മാറി ഒരു ധ്യാനത്തിന് പോകാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ യഥാർത്ഥത്തിൽ പള്ളിയിൽ പോകുമെങ്കിലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അതായത് ഞാൻ നിത്യമായി ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും യുക്തിവാദികളായ രവിചന്ദ്രൻ സാറിൻ്റെയും ജബ്ബാർ മാഷിൻ്റെയും ആ സമയത്ത് അയൂബ് മൈലവിയുടെയും ജാമിദ ടീച്ചറിൻ്റെയും അങ്ങനെ പലരുടെയും വീഡിയോ നിരന്തരമായി കണ്ട് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഞാൻ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നതിനാൽ തന്നെ എനിക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഞാൻ സ്വയമേവ പറയുന്നത് ആ സമയത്ത് ഞാൻ ഒരു യുക്തിവാദിയാണ് എന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോകരുത്, ധ്യാനത്തിന് പോകരുത്. കാരണം പൈസ പറ്റിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ഓരോ കുതന്ത്രങ്ങൾ ഉണ്ടാക്കി വിടുന്നതാണ്. നിങ്ങൾ പോകരുത് എന്ന് ഞാൻ പറഞ്ഞ് ബഹളം വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നാൽ ശരി ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് മുറിയിൽ പോയി വസ്ത്രം മാറുന്ന അവസരത്തിൽ എനിക്ക് ദേഷ്യം വർദ്ധിച്ചതിനാൽ തന്നെ ആ സമയങ്ങളിൽ ആ വ്യക്തി, ആ ബ്രദർ, ആ ശുശ്രൂഷ ഫേസ്ബുക്ക് ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലെടുത്ത് ആ വ്യക്തിയെ 2 തെറി പറയാമെന്ന രീതിയിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് തുറന്ന ഉടനെ തന്നെ ആ വ്യക്തി ആ ലൈവിൽ പറയുകയാണ്, പല്ലുവേദനയുള്ള വ്യക്തികളെ യേശു തൊടുവാൻ പോവുകയാണ് എന്ന്. അപ്പോൾ അതിയായ വേദനയാൽ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഈ വ്യക്തി പറയുന്നത്, പല്ലുവേദനയുള്ള വ്യക്തിയെ യേശുക്രിസ്തു സ്പർശിക്കാൻ പോവുകയാണ്. നിങ്ങൾ എവിടെ നിന്ന് നോക്കുന്ന വ്യക്തിയായാലും നിങ്ങൾ കണ്ണുകളടച്ച് വേദനയുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ച് യേശുനാമത്തിൽ വേദന പോകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചെറുപ്പം